ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സൽ സയൻസിനെ കുറിച്ചാണ്. ഇത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അത് പൂർണ്ണ സത്യമാണ്. പക്ഷേ അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നത് ആണ് ഇതിൻ്റെ ശരിയായ സത്യം. നമ്മൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ തിരിച്ചു വരും. അപ്പോൾ നമ്മളൊരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് ആ കാര്യം നമ്മൾ ഒരു കൂലിപ്പണിക്കാരനെ പോലെ ജീവിക്കുകയും ചെയ്താൽ ഒരിക്കലും നമ്മൾ ആ ലെവലിലെത്തില്ല. നമ്മളൊരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആ കോടീശ്വരനെ പോലെ നമ്മൾ ജീവിക്കണം. കോടീശ്വരനായി എന്ന രീതിയിൽ ജീവിക്കണം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ് 2000 അറ്റൻഡ് ചെയ്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടി ഒരു 100 ദിവസത്തെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് 100 ദിവസം കൊണ്ട് ഒരു മെഴ്സീഡസ് ബെൻസ് വണ്ടി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു തോട്ട്, ആ തോട്ട് നമ്മളുടെ യൂണിവേഴ്സിലേക്ക് വിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചത് നമ്മൾ ആ വണ്ടി ഏതാണെന്ന് നിശ്ചയിക്കണം. ആ വണ്ടിയിൽ നമ്മൾ ഇരുന്ന് പോകുന്നതായി നിശ്ചയിക്കണം. അത് വിഷ്വലൈസ് ചെയ്യണം. അതിൻ്റെ വില നമ്മളങ്ങനെ എത്തിക്കുന്നത് നമ്മൾ കാണണം. ഓരോന്നായിട്ട് നമ്മളത് മനസ്സിൽ നടന്ന് കഴിഞ്ഞതായി കണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് എത്തിച്ചു തരും. തീർച്ചയായും അത് 100% നടക്കും. നമ്മുടെ ലൈഫിലെ എല്ലാവരുടെയും ഓരോ ആഗ്രഹങ്ങളും, നമ്മൾ തീവ്രമായ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ ഒരുപാട് ആളുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ ഞാനും ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചു. ആ വണ്ടിക്ക് വേണ്ടി അതിൻ്റെ കോഴ്സുകൾ പഠിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസായം, ഒരു ഇൻഡസ്ട്രി നമ്മൾ തിരഞ്ഞെടുത്തു. ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. മൈൻഡ് കൊണ്ടും നമ്മൾ ശരീരം കൊണ്ടും നമ്മളെല്ലാം കൊണ്ടും പ്രിപ്പയർ ആയതിന് ശേഷം നമ്മളത് അപ്ലൈ ചെയ്തപ്പോൾ അത് നമുക്ക് എടുക്കാൻ സാധിച്ചു. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന അതിൽ നടന്ന് കഴിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതേമാതിരി നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നതും നമ്മളത് ഉപയോഗിക്കുന്നതും അതിൻ്റെ വീട് വാങ്ങിക്കുമ്പോൾ അതിൽ നമ്മൾ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്നതും നമ്മുടെ മകളുടെ കല്യാണം കഴിയുമ്പോൾ ആ കല്യാണത്തിൻ്റെ ഒപ്പം നമ്മൾ നടക്കുന്നതും നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ, ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നടന്നു കഴിഞ്ഞതായി നമ്മൾ ചിന്തിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇറങ്ങുമ്പോൾ 100% നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരുന്നു എന്നാണ് കാര്യം. അപ്പോൾ നമ്മൾക്ക് അതൊരു വ്രതമായി തന്നെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ യൂണിവേഴ്സിൻ്റെ തിയറി എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ എവിടെ വരെ കണ്ടു അവിടെ വരെ നമുക്ക് നമ്മുടെ കയ്യിൽ അത് യാഥാർത്ഥ്യമായി നിൽക്കുള്ളൂ. അപ്പോൾ കാണുമ്പോൾ അത് പൂർണ്ണമായും നമുക്കതിൻ്റെ വിഷ്വലൈസേഷനിലേക്ക് നമ്മൾ എത്തണം. ആ വിഷ്വലൈസേഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് അത് എത്തിച്ചേരാൻ പറ്റും. ആദ്യം നമ്മൾ അതിൻ്റെ ചെറിയ ഒരു ആഗ്രഹങ്ങൾ, ഒരു ചെറിയ തോട്ടുകൾ ഇടുക. അത് ഇത്ര സമയത്തിനുള്ളിൽ നടത്തി നമുക്കത് 100% കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടും. ആ കോൺഫിഡൻറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ അത് മനസ്സിൽ പറയരുത്. നമ്മൾ എന്താണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം, ആ വണ്ടി ആയിക്കോട്ടെ വീടായിക്കോട്ടെ, അതിൻ്റെ പിക്ചർ അടക്കം നമ്മൾ കാണുന്ന സ്ഥലത്തല്ല. നമ്മൾ ബാത്റൂമിൽ പോവുകയാണെങ്കിലും, നമ്മുടെ ഡോറിൻ്റെ മുകളിലാണെങ്കിലും, നമ്മുടെ വണ്ടിയുടെ മുകളിലാണെങ്കിലും, നമ്മളുടെ മനസ്സിലും എല്ലായിലും നമ്മളുടെ വ്രതം അത് എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പരിപൂർണ വ്രതം നമ്മൾ അനുഷ്ഠിച്ച് കഴിയുമ്പോൾ ഈ യൂണിവേഴ്സിനോട് നമ്മൾ ഉറക്കെ പറയണം, നമ്മൾ
ഇത് ഇന്ന ഐ ആം എ അച്ചീവർ, ഐ ആം എ കാർ അച്ചീവർ, ഐ ആം എ ബെൻസ് അച്ചീവർ, ഐ ആം എ ക്രോർപതി അച്ചീവർ, ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ, ഐ ആം എല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞ ആ ഐ ആം എ ക്രോർപതി അച്ചീവർ എന്ന് തന്നെ പറയണം. യൂണിവേഴ്സ് നമുക്ക് തീർച്ചയായും ഈ പ്രപഞ്ചം ഒരു മഹാസത്യമാണ്. ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടതെല്ലാം തന്നിരിക്കും. തീർച്ചയായും അത് നമ്മളിലേക്ക് എത്തും, അതിലൊരു സംശയമില്ല. ഇതേമാതിരി നമ്മളുടെ ഒരുപാട് അറിവുള്ളവരും ഒരുപാട് ഇതിനെക്കുറിച്ച് നിരവധി നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പഠിച്ച് അപ്ലൈ ചെയ്താൽ 100% നമുക്ക് അത് എത്താൻ പറ്റും. അത് പൂർണ്ണമായും നമ്മൾ ആയിക്കഴിഞ്ഞ രീതിയിൽ ആണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് എത്താൻ സാധിക്കും. അതിൻ്റെ കാര്യങ്ങളെല്ലാം നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും കാര്യങ്ങൾക്കും നിരവധി ആളുകൾ നമ്മുടെ ട്രെയിനേഴ്സുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാർ പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിൽ തീർച്ചയായും നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സണായി മാറും. നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കും. നമുക്കൊരു വീട് ലഭിക്കും, നമുക്ക് കാറ് വേണമെങ്കിൽ കാർ ലഭിക്കും, നല്ല ഫാമിലി ലഭിക്കും. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് നമ്മൾ അത്രയും നല്ല പ്യുവർ സ്നേഹത്തോടു കൂടിയും നമ്മളുടെ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതേമാതിരി തന്നെയുള്ളൊരു ഫാമിലി നമുക്ക് ലഭിക്കും. നമ്മുടെ ചിന്തകൾ എല്ലാം അത്രയും പവറാണ്. ചിന്തകൾ നമ്മളെ പ്രവൃത്തിയിലേക്ക് എത്തിക്കും. നമ്മളുടെ വിശ്വാസം നമ്മുടെ സക്സസ്സിലേക്ക് എത്തിക്കും. ലോ ഓഫ് അട്രാക്ഷൻ 100% ശരിയാണ്. അത് എല്ലാം വളരെ ഭംഗിയായി പഠിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാൻ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
नमस्कार। ई बायोटोरियम नेटवर्क प्राइवेट लिमिटेड में आपका सहर्ष स्वागत है। हमने पहले 2 वीडियो में देखा है सॉइल हेल्थ केयर के नतीजे क्या है, वो प्रोडक्ट क्या है, उसका इस्तेमाल कैसे करना है। दूसरा हमने देखा प्लांट हेल्थ केयर क्या है, उसका इस्तेमाल कैसे करना है और उसके पौधों के लिए क्या ज़रूरत है। अब यहाँ पे हम लोग तीसरा जो हमारा उत्पाद है जिसका नाम है फ्रूट हेल्थ केयर। नाम से ही पता चलता है, फ्रूट मतलब फल, हेल्थ मतलब उसका स्वास्थ्य और केयर मतलब उसका केयरिंग करना। ये तीनों उत्पाद यहाँ पे वनस्पति के पूरी देखभाल करते हैं। उसे पूरा जो हमें फसल किसान को मिलती है, जो उसकी आखिरी स्टेज होती है, वो होती है फलों में रूपांतरित होना। और जब फलों में रूपांतरित होने की क्रिया जब होती है, तब वनस्पति को मतलब फसल को उन पोषक तत्वों की जरूरत होती है जो पोषक तत्व ना तो सॉइल हेल्थ केयर में है ना तो प्लांट हेल्थ केयर में है। ये यहाँ पे इस अवस्था को सामने रख के, इसे समझ के, इसमें हम लोगों ने एक तरल खाद के माध्यम से, लिक्विड फर्टिलाइजर के माध्यम से 500 ml के बोतल में आपको ये छिड़काव के लिए आपके हाथ में दे रहे हैं। इसे 2 ml प्रति लीटर के हिसाब से जितना भी पानी लगे उतना ये प्रोडक्ट आपको इस्तेमाल के लिए करना है। अगर पीटीपी का पंप है, अगर आप एसटीपी से पावर स्प्रे से करते हो तो 200 लीटर के टंकी में आपको 400 ml के बजाय ये 500 ml पूरी की पूरी बोतल डालना है। पावर स्प्रे के हिसाब से इसको 500 ml 200 लीटर पानी के लिए योग्य मात्रा है। उसको लेके पूरे फसल पे, यहाँ जैसे दिख रही है ये सोयाबीन के ऊपर, यहाँ पे हमने फ्रूट हेल्थ केयर का इस्तेमाल यहाँ पे एक फोलियर एप्लीकेशन के माध्यम से किया है। और समझने का प्रयास करेंगे, यहाँ पे जब प्लांट हेल्थ केयर का इस्तेमाल होने के बाद यहाँ पे आप देखोगे तो ये बहुत अच्छे से आपको यहाँ पे फ्लावरिंग दिख रही है। मतलब यहाँ पे फूलों को बाहर निकालने में एक रोल प्लांट हेल्थ केयर का हुआ। अब फ्रूट हेल्थ केयर को देने के बाद आप समझोगे, यहाँ पे आप अगर देखोगे तो एक जो फुटान है, अगर एक ब्रांच है, एक शाखा है, वहां से ये फूल निकलते हैं। साधारणतः 4, 3, 5 फूल होते हैं। यहाँ पे प्लांट हेल्थ केयर होने के कारण 4 से अधिक फूल यहाँ पे है। और आप यहाँ पे देखोगे कि इस तरह से अगर आप जाते हो, हम लोग अगर ऊपर से मतलब टॉप टू बॉटम भी जाएंगे तो यहाँ पे संख्या आपको बिल्कुल समांतर बिल्कुल दिखेगी। यहाँ पे अगर देखोगे तो 4 फलियां है, दिख रहा है आपको। अगर नीचे आते हैं, यहाँ पे इस तरह से घुमाओ इसको, तो आपको यहाँ पे ये जो दिख रही है, ये सब फलियां जो है आप देखोगे, ये भाई यहाँ पे कितनी हो रही है, इसको भी देखो। यहाँ से सीधे अगर आप देखोगे तो हर फली का जो कन्वर्जन है वो यहाँ पे फूलों से 100% फली में बन गया है, फ्रूट में बन गया है। और यहाँ पे एक प्रोडक्ट का काम हुआ है जिसका नाम है फ्रूट हेल्थ केयर। इस्तेमाल समझ में आ गया। अब यहाँ पे ये तीनों प्रोडक्ट, तीनों उत्पाद इस्तेमाल करने के बाद जो हमारे टेस्टिमोनियल्स है, वो वहाँ पे तकरीबन हम लोग 40, 50, 60, 70% हम लोग उत्पाद बढ़ाने में कामयाब हुए हैं। ऐसी एक टेस्टिमोनियल आपके सामने देते हैं, जहाँ पे आप देखोगे तो यहाँ पे हल्दी का क्रॉप है, यहाँ पे सोयाबीन का क्रॉप है और यहाँ पे एक कपासी का क्रॉप है। यहाँ पत्तों को नाप सकते हैं, इसके फुटान को नाप सकते हैं, पत्तों के चौड़ाई को नाप सकते हैं और यहाँ पे जो फ्लावरिंग निकलती है वो फ्लावरिंग को भी काउंट कर सकते हैं कि कंट्रोल और ट्रीटेड में कितना बड़ा अंतर इन 3 उत्पादों के इस्तेमाल से आपको मिला है। चलते हैं आगे दूसरे वीडियो में कि यहाँ पे टेस्टिमोनियल के माध्यम से आप लोगों तक पहुँचाएंगे कि दोनों में मतलब कंट्रोल और ट्रीटेड में क्या नतीजे यहाँ पे टेक्नोलॉजी के माध्यम से आप तक पहुँचाते हैं। बहुत बहुत धन्यवाद। थैंक यू। नमस्कार। ई बायोटोरियम नेटवर्क प्राइवेट लिमिटेड में आपका सहर्ष स्वागत है। हमने अब यहाँ पे एक प्रोडक्ट को समझा जिसका नाम था सॉइल हेल्थ केयर। सॉइल हेल्थ केयर के प्रोडक्ट के इस्तेमाल के बाद हमने समझा है कि वनस्पति की शाखाओं की जब विकास होने लगता है, उनकी ग्रोथ होने लगती है, तब उन्हें और अलग न्यूट्रिएंट की जरूरत पड़ती है। यहाँ पे सॉइल हेल्थ केयर में हमने समझा उसकी बाल्य अवस्था में जिन पोषक तत्वों की
जिन न्यूट्रिएंट की जरूरत थी वो हमने तरल खाद्य के माध्यम से, यहाँ पे छिड़काव के माध्यम से, मिट्टी के माध्यम से दिया। अब यहाँ पे समझना है प्लांट हेल्थ केयर। तो प्लांट हेल्थ केयर ये है कि इस प्रोडक्ट को, इस उत्पाद को एक तरल खाद्य के माध्यम से, मतलब लिक्विड फर्टिलाइजर के माध्यम से हमें वनस्पति को उन न्यूट्रिएंट को देना है जो यहाँ पे अगर आप देखोगे तो ये जो शाखीय वाड़ यहाँ पे लग रही है, ये जो ब्रांचेस यहाँ पे दिख रहे हैं, जैसे शाखाओं का विकास यहाँ पे हो रहा है, तो ये आप देखोगे यहाँ पे दिख रहा है आपको, ये सब शाखाएं यहाँ पे इतने मतलब जो अधिक दिख रही है, यहाँ पे आप देखोगे कि यहाँ पे शाखाएं है और वो यहाँ पे एक फूल लगे हुए हैं। ये ग्रोथ केवल मात्र यहाँ पे जो भी खाद दी गई थी वहां पे यहाँ एक्स्ट्रा एक प्रोडक्ट का यूज किया है जिसका नाम है प्लांट हेल्थ केयर। और प्लांट हेल्थ केयर ने यहाँ पे उन पोषक तत्वों को उस वनस्पति के हर कोने में उन न्यूट्रिएंट को पहुंचाने का काम किया है, जिसके कारण यहाँ पे पत्तों के साथ साथ आप देखोगे तो यहाँ पे इस तरह से पौधा दिख रहा है। ये कॉटन का कपासी का पौधा है और यहाँ पे आप देखोगे तो ये सब शाखाओं का विस्तार यहाँ पे लग रहा है। और अब यहाँ पे मैं आपको टेस्टिमोनियल के माध्यम से इन दोनों का कंट्रोल और ट्रीटेड का भी समझाने का प्रयास करूंगा। यहाँ पे अभी समझते हैं कि इस प्लांट हेल्थ केयर का इस्तेमाल एक छिड़काव के माध्यम से करना है। जैसे हमने देखा था सॉइल हेल्थ का यूज किया, उसी तरह से प्लांट हेल्थ केयर का भी यहाँ हम लोग एक छिड़काव के माध्यम से यहाँ पे हम लोग इसका प्रयोग करने जा रहे हैं। यहाँ पे प्लांट हेल्थ केयर का इस्तेमाल आपको प्रति लीटर 2 ml, जितना पानी है उसको 2 ml से उसको गुनना है और 2 ml से बढ़ाना है। एग्जाम्पल के तौर पे अगर पानी 200 लीटर लेते हो तो 400 ml प्लांट हेल्थ केयर को लेना है। पानी अगर 40 लीटर लेते हो तो वहां पे आपको 80 ml का छिड़काव के लिए प्रयोग करना है। अगर यहाँ पे इस पंप में ये 15 लीटर का है तो यहाँ पे 30 ml लेना जरूरी है, मतलब 2 ml पर लीटर। ये मैं बार बार दोहरा रहा हूं क्योंकि इस्तेमाल करने के लिए प्लांट हेल्थ केयर को 2 ml से लेना है। ज्यादा लेने का जरूरत नहीं और कम करने का भी जरूरत नहीं, क्योंकि पौधों को जितना चाहिए उतना यहाँ पे एक फॉर्मुलेशन के माध्यम से, एक टेक्नोलॉजी के माध्यम से यहाँ पे आपको उन पोषक तत्वों को वनस्पति तक हम पहुंचाने का एक काम यहाँ पे कर रहे हैं। बहुत बहुत धन्यवाद। ये आप देख सकते हैं यहाँ पे एक नींबू का पेड़ है। ये करीबन 4 साल हो गए इसके, और इस 4 सालों में कभी भी इस नींबू के पेड़ पे इतने नींबू नहीं आए जो आज अभी दिख रहे हैं। जिस भी डाली पे आप देखो तो वहाँ पे भरपूर मात्रा में नींबू लगे हुए हैं। जितने पन्ने दिख रहे हैं उतने ही नींबू भी दिख रहे हैं। और उसका एक रीज़न है कि आज से लगभग 1.5 महीने पहले मैंने ई-बायोटोरियम की टेराटेक टेक्नोलॉजी का यूज़ किया है इसमें, और उसका जो प्रोडक्ट्स है सभी के यूज़ करने के कारण मुझे बहुत ही बढ़िया रिज़ल्ट मिला। जिसकी डाली पे हार्डली 1-2 नींबू आते थे, उसकी जगह पे यहाँ पे अभी सब डाली पे आप देखो तो नीचे से ऊपर तक पूरा नींबू से भर गया है। So thank you so much for wonderful product, Mr. Suraj Kaji sir, और thank you so much Dr. Sagar Joshi sir. Thank you.